ബയോഎൻടാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ കോംപ്ലക്സ് ടിഷ്യൂ സിസ്റ്റം ആയിട്ടുള്ള സൈലും ഫ്ലോയുമാണ് ഡിസ്കസ് ചെയ്തത്. ഈ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ അടുത്ത സെഷനായിട്ടുള്ള സെക്രട്ടറി ടിഷ്യൂസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, യഥാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ അധികമായി തന്നെ വീഡിയോയിലേക്ക് പോവാം. സെക്രട്ടറി ടിഷ്യൂ സിസ്റ്റം നമ്മളിപ്പോൾ കോംപ്ലക്സും അതുപോലെ സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതായത് ഒരു കോമൺ ആയിട്ടുള്ള ഫംഗ്ഷൻ ചെയ്യും. ഇപ്പോൾ കണ്ടക്ഷൻ ആണ് കണ്ടക്ഷൻ, അല്ലെങ്കിൽ സ്ട്രെങ്ത് കൊടുക്കുക, അങ്ങനത്തെ ഒരു ഫംഗ്ഷൻ ചെയ്യുന്നതാണ്. വേറൊരു കൂട്ടം സെൽസ് ഒരു ഫംഗ്ഷൻ ചെയ്യുന്നത്, അതായത് സിക്രീറ്റ് ചെയ്യുക, ബയോളജിക്കലി ബയോളജിക്കലി റെലവൻ്റ് ആയിട്ടുള്ള കുറേ മോളിക്യൂൾസ് കെമിക്കൽസ് സിക്രീറ്റ് ചെയ്യുന്ന സെൽസിൻ്റെ ഒരു കറക്ഷൻ, അതിനാണ് സെക്രട്ടറി ടിഷ്യൂ സിസ്റ്റം. അപ്പം അതിന് ഹാവിങ് എബിലിറ്റി ഓഫ് സിക്രീഷൻ, അതാണ് അതിന് മെയിൻ പോയിന്റ്. അതായത് സിക്രീറ്റ് ചെയ്യാൻ കഴിവുള്ള ടിഷ്യൂസിനാണ് സെക്രട്ടറി ടിഷ്യൂ സിസ്റ്റം എന്ന് പറയാം. അപ്പോൾ അതിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് ഒന്ന് ലാക്റ്റിഫറസ് ടിഷ്യൂ സിസ്റ്റം, പിന്നെ രണ്ടാമത് ഗ്ലാൻഡുലാർ ടിഷ്യൂ സിസ്റ്റം. ലാക്റ്റിഫറസിൽ രണ്ട് ടൈപ്പ് പഠിക്കാനുണ്ട്. അതായത് ആർട്ടിക്കുലേറ്റ് അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ലാറ്റക് വെസൽസ്, പിന്നെ നോൺ ആർട്ടിക്കുലേറ്റ് അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ലാറ്റക് സെൽസ്, ഈ രണ്ടെണ്ണം പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഗ്ലാൻഡുലാർ ടിഷ്യൂ സിസ്റ്റത്തിൽ രണ്ടെണ്ണം പഠിക്കാനുണ്ട്, ഇന്റേണൽ ഗ്ലാൻഡുലാർ ടിഷ്യൂ സിസ്റ്റം, അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഗ്ലാൻഡുലാർ ടിഷ്യൂ സിസ്റ്റം. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത് ഈ സെക്രട്ടറി ടിഷ്യൂ സിസ്റ്റത്തിൻ്റെ. അപ്പോൾ ഫസ്റ്റ് ഭാഗമായിട്ടുള്ള ലാക്റ്റിഫറസ് ടിഷ്യൂ സിസ്റ്റം നോക്കാം. ഫസ്റ്റ് ഭാഗമായിട്ട് ലാക്റ്റിഫറസ് ടിഷ്യൂ സിസ്റ്റം. അപ്പോൾ ഇതിൻ്റെ ജനറലൈസ് ബ്രീഫായിട്ട് ഇൻട്രൊഡക്ഷൻ നോക്കാം. അപ്പോൾ തിൻവോൾഡ് ബ്രാഞ്ച് ഡക്ട്സ് ആണ്, ഒരു പൈപ്പ് പോലത്തെ ഡക്ട് സിസ്റ്റമാണ് ഉള്ളത്, ബ്രാഞ്ചിങ് ഉള്ളത്, ഒരു തിൻവോൾഡ് ബ്രാഞ്ച് ഡക്ട്സ് ആണുള്ളത്. പിന്നെ പേര് പോലെ തന്നെ നമ്മൾ പേര് ലാക്റ്റിഫറസ് ടിഷ്യൂ ആയതുകൊണ്ട് ലാറ്റക്സ് സെക്രീറ്റ് ചെയ്യുന്നത് അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എൻട്രൻസിൻ്റെ പോയിന്റിൽ അല്ലെങ്കിൽ ജനറലൈസ് ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആക്കേണ്ട പോയിന്റ് ആണ് ഇറ്റ് കണ്ടെയ്ൻസ് ന്യൂമറസ് ന്യൂക്ലിയൈ. അപ്പോൾ ചില പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ലാറ്റക്സിൻ്റെ ഈ ലാക്റ്റിഫറസ് ടിഷ്യൂമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ചോദ്യമാണ് ഈ ന്യൂമറസ് ന്യൂക്ലിയൈ അല്ലെങ്കിൽ സീനോസൈറ്റിക് കണ്ടീഷൻ വരുന്ന ഒരു ടിഷ്യൂ സിസ്റ്റം ഏതാണെന്ന് വെച്ചാൽ ലാക്റ്റിഫറസ് ടിഷ്യൂ ആണ് അതിൻ്റെ ഉത്തരം. പിന്നെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ജനറലൈസ് വരുന്നത് ഫുഡ് സ്റ്റോറേജ്, അതുപോലെ തന്നെ വേസ്റ്റ് പ്രോഡക്ട്സ് സർക്കുലേറ്റ്, അങ്ങനെ ബയോളജിക്കൽ പ്രോസസ്സിൻ്റെ ജനറലായിട്ട് വരുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് ഇതിനും വരുന്നത്. പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് ഭാഗമായിട്ടുള്ള ലാറ്റക്സ് വെസൽസ് അല്ലെങ്കിൽ ആർട്ടിക്കുലേറ്റ് ലാക്റ്റിഫറസ് ടിഷ്യൂ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ലാറ്റക്സ് വെസൽസ്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം ആദ്യം. ഈ ഒരു ഡക്ട് സിസ്റ്റം ഒരുപാട് സെൽസിൻ്റെ നെറ്റ്വർക്ക് പോലെ കൂടി ചേർന്നിട്ട് ഒരു കോംപ്ലക്സ് നെറ്റ്വർക്ക് സിസ്റ്റം, അതായത് വലിയൊരു കോംപ്ലക്സ് നെറ്റ്വർക്ക് സിസ്റ്റം തന്നെ അത് തന്നെ ഫോം ചെയ്യുന്നൊരു ഇതാണ് ലാക്റ്റിക്സ് വെസൽസ്. അതായത് പ്ലാന്റിൻ്റെ ഫുൾ പാർട്ടിലും പ്ലാന്റിൻ്റെ പല പല സ്ഥലങ്ങളിൽ ഒരു നെറ്റ്വർക്ക് പോലെ ഒരു കോംപ്ലക്സ് നെറ്റ്വർക്ക് സിസ്റ്റം ഫോം ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നതാണ് ലാറ്റക്സ് വെസൽസ്. പിന്നെ യൂഫോർബേസിലും കോമ്പോസിറ്റ് ഫാമിലിയിലേക്ക് കണ്ടുവരുന്ന ലാറ്റക്സ് വെസൽസ് ആണ്. ഈ ലാറ്റക്സ് വെസൽസും ലാറ്റക്സ് സെൽസും വ്യത്യാസം എന്ന് പറയാൻ കാരണം അത് അതിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ ഒറിജിനും വ്യത്യാസമാണ്. ഓരോ ചെടികളിലും കാണുന്ന വ്യത്യാസ രീതിയിൽ. അപ്പോൾ യൂഫോർബേസിൽ നമ്മൾ പഠിക്കാനുള്ള കോമൺ ആയിട്ട് കണ്ടുവരുന്ന യൂഫോർബേസിലും അതുപോലെ തന്നെ കോമ്പോസിറ്റിയിലും ലാറ്റക്സ് വെസൽസ് ആണ് ഉള്ളത്, ലാറ്റക്സ് സെൽസ് അല്ല. പിന്നെ കരീക്ക പപ്പായ എന്ന് പറഞ്ഞൊരു ഒരു പ്ലാന്റ് ഉണ്ട്. അതിൽ സാധാരണഗതിയിൽ ഫ്ലോയത്തിൽ മാത്രമേ ലാക്റ്റിഫറസ് ടിഷ്യൂസ് കണ്ടുവരാറുള്ളൂ. പക്ഷേ ഈ ഒരു ചെടിയിൽ എൻട്രൻസ് പോയിന്റിൽ പറയുന്നതാണ്, ഈ ഒരു ചെടിയിൽ സൈലത്തിലും ഫ്ലോയത്തിലും രണ്ടിലും ലാക്റ്റിഫറസ് ടിഷ്യൂ കണ്ടുവരുന്നുണ്ട്. പിന്നെ നമ്മൾ ഒപ്പി എന്ന് പറഞ്ഞ ചെടികൾ കൊമേഴ്ഷ്യലി കണ്ടിട്ടുണ്ട്, അതിനും ഈ ലാറ്റക്സ് വെസൽസ് ആണ് ഉള്ളത്. അപ്പോൾ അതും ഒരു എൻട്രൻസ് പോയിന്റിൽ നോക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ലാറ്റക്സ് വെസൽസിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി എൻ്റെ രണ്ടാമത്തെ പാർട്ടായിട്ടുള്ള ലാറ്റക്സ് സെൽസ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ടായിട്ടുള്ള ലാറ്റക്സ് സെൽസ്. ഈ ലാറ്റക്സ് സെൽസിൻ്റെ മറ്റുള്ള ലാറ്റക്സ് വെസൽസിൻ്റെ ഡിഫറൻസ് വെച്ചാൽ ഒരു മൈന്യൂട്ട് സ്ട്രക്ചറായിട്ട് ഒറിജിനേറ്റ് ചെയ്യുക. ആദ്യം പ്ലാന്റിൽ ഒരു ചെറിയൊരു സ്ഥലത്ത് മൈന്യൂട്ട് സ്ട്രക്ചർ ഒറിജിനേറ്റ്, പിന്നെ അത് വളർന്ന് ബാക്കിയുള്ള പ്ലാന്റിൻ്റെ പോർഷൻസിലേക്ക് ഡൈവേർട്ട് ചെയ്ത് ഫുൾ ബ്രാഞ്ച് സിസ്റ്റമായിട്ട് മാറുകയുള്ളൂ. പിന്നെ ലാറ്റക്സ് വെസൽസ് പോലെ തന്നെ ഇത് ഫുൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈലി ബ്രാഞ്ച്ഡ് ആണ്, പക്ഷേ ഇൻഡിപെൻഡൻറ്റ് യൂണിറ്റ്സ് ഉണ്ടാവും. ഓരോ സ്ഥലത്തും അതിൻ്റെതായിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് യൂണിറ്റ്സ് ഉണ്ടാവും ലാറ്റക്സ് സെൽസിന്. മറ്റേതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള നെറ്റ്വർക്ക് ആണ്, പക്ഷേ ഇതിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള യൂണിറ്റ്സ് ഉണ്ടാവും. ഓൾദോ ഇറ്റ് ഇസ് ബ്രാഞ്ചിങ് ഓരോ ഇൻഡിപെൻഡൻറ്റ് യൂണിറ്റ്സ് പ്ലാന്റ്സിൻ്റെ പല സ്ഥലങ്ങളിൽ കണ്ടുവരാം. പിന്നെ കലോട്രോപ്പീസിലും അതുപോലെ തന്നെ വിങ്കാറോസിയ കനാബിസിലൊക്കെ കണ്ടുവരുന്നത് ലാറ്റക്സ് സെൽസ് ആണ്, ലാറ്റക്സ് വെസൽസ് അല്ല. അപ്പോൾ അതൊരു പോയിന്റാണ്. പിന്നെ എൻട്രൻസിൻ്റെ പോയിന്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ വിങ്കാറോസി അതുപോലെ തന്നെ കനാബിസിലും പ്രൈമറി ഫ്ലോയത്തിലാണ് ലാറ്റക്സ് സെൽസ് ഉള്ളത്, സെക്കൻഡറിയിൽ ആബ്സെൻ്റ് ആണ്. അതൊരു പോയിന്റാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ലാക്റ്റിഫറസ് ടിഷ്യൂവിൽ നമുക്കൊരു ബ്രീഫായിട്ട് നോക്കാനുള്ളത്, ഒരു ഷോർട്ട് നോട്ട് എന്ന രീതിയിൽ. ഇനി രണ്ടാമത്തേതായിട്ടുള്ള ഗ്ലാൻഡുലാർ ടിഷ്യൂ സിസ്റ്റം നോക്കാം. അപ്പോൾ രണ്ടാമത്തെ പാർട്ടായിട്ടുള്ള ഗ്ലാൻഡുലാർ ടിഷ്യൂസും ലാക്റ്റിഫറസ് ടിഷ്യൂ തമ്മിൽ വ്യത്യാസം എന്ന് വെച്ചാൽ ഈ ലാക്റ്റിഫറസ് ടിഷ്യൂ സെക്രീറ്ററി ആണ്. അതായത് ഒരു പ്രോഡക്റ്റ് ലാക്റ്റിക്സ് കണ്ടിന്യൂസ് ആയിട്ട് അത് ഒരു പ്ലാന്റിൻ്റെ ഒരു പ്രോസസ്സോ അല്ലെങ്കിൽ വേസ്റ്റ് പ്രോഡക്ട്സ് രീതിയിൽ റിമൂവ് ചെയ്ത് കളയുന്നതാണ്. പക്ഷേ ഗ്ലാൻഡുലാർ ടിഷ്യൂ ചിലപ്പോൾ സെക്രീറ്ററി ആവാം അല്ലെങ്കിൽ എക്സ്ക്രീറ്ററി ആവാം. അതായത് വേസ്റ്റ് പ്രോഡക്ട്സ് റിമൂവ് ചെയ്ത് ആ രണ്ട് രീതിയിലും പ്രവർത്തിക്കാം. അപ്പോൾ അതാണ് ഗ്ലാൻഡുലാർ ടിഷ്യൂസിൻ്റെ ഒരു മെയിൻ പോയിന്റ്.
പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്റേണൽ ആവാം അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആവാം. എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ എപ്പിഡെർമിസിലായിട്ട് എംബഡ് ചെയ്തിട്ടുണ്ടാവാം. ഇന്റേണൽ എന്ന് പറഞ്ഞാൽ പ്ലാനറ്റിൻ്റെ ഉള്ളിലേക്ക് ഡീപ്പ് ടിഷ്യൂസിലായിരിക്കും ചിലപ്പം എംബഡ് ചെയ്തിട്ടുണ്ടാവാം. ആ രീതിയിൽ എക്സ്റ്റേണൽ ഇന്റേണൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സെൽസിൻ നേച്ചർ പാരഗമേറ്റസ് ആണ്. പക്ഷേ മറ്റുള്ള നമ്മൾ ലാക്ടിവറസിൽ പഠിച്ച പോലെ ലാക്ടിവറസിൽ മൾട്ടി ന്യൂക്ലിയർ കണ്ടീഷനാണ്. പക്ഷേ ഇതിൽ ഒരു സിംഗിൾ ലാർജ് ന്യൂക്ലിയസ് ആണ്. അതാണ് ഒരു അടുത്തൊരു മേജർ ആയിട്ടുള്ള ഡിഫറൻസ്. സോ ആ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് നോക്കാം. നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് ഭാഗമായിട്ടുള്ള എക്സ്റ്റേണൽ ടിഷ്യൂ സിസ്റ്റത്തിലേക്ക് പോകാം. എക്സ്റ്റേണൽ ഗ്ലാൻഡുലർ ടിഷ്യൂ നമുക്ക് നോക്കാം. ഗ്ലാൻഡുലർ ടിഷ്യൂ സിസ്റ്റത്തിൻ്റെ ഫസ്റ്റ് ഭാഗമായിട്ടുള്ള എക്സ്റ്റേണൽ ടിഷ്യൂ സിസ്റ്റമാണ് ഇപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പിഡെർമിസിൻ്റെ, അതായത് പ്ലാന്റ്സിൻ്റെ പുറമേ ഉള്ള ഒരു ലെയറാണ് എപ്പിഡെർമിസ്, പ്രൊട്ടക്റ്റീവ് ലെയറിംഗാണ് എപ്പിഡെർമിസ്. അപ്പോൾ എപ്പിഡെർമിസ് ചിലപ്പോൾ ഒരു ഗ്ലാൻഡുലർ, ഒരു ഹെയർ ലൈക്ക് ഔട്ട് ഗ്രോത്ത് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ചിലത് ജസ്റ്റ് ഒരു സിമ്പിളായിട്ട് ഹെയർ ആയിരിക്കാം. പക്ഷെ ബാക്കി അധികം നമ്മൾ ഒരു ഫംഗ്ഷൻ എന്ന രീതിയിൽ നോക്കുമ്പോൾ കുറേ ഗ്ലാൻഡുലർ ഹെയർസ് വരുന്നുണ്ട്. ഇപ്പോൾ പോയിസൺ സിക്രീറ്റ് ചെയ്യുന്നത് നമുക്ക് ചിലപ്പോൾ ചിലതിൻ്റെ തൊട്ട് കഴിഞ്ഞാൽ ചൊറിച്ചിലൊക്കെ ഉണ്ട്, ഇറിറ്റേറ്റിംഗ് ഒരു ഇതുണ്ടാവും. അപ്പോൾ അതെല്ലാം ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള നേച്ചർ കൊടുക്കുന്നതും അതുപോലെ തന്നെ ചില പോയിസണസ് ആയി ചിലപ്പം ചില പ്ലാന്റ്സിന് ഇത് കൊണ്ട് തന്നെ നമുക്കൊരു പോയിസണസ് നേച്ചർ വരുന്ന ഒരു ഇതുണ്ട്. നമ്മളെ ഒരു സെൽസിന് അത്ര നല്ലതല്ല, നമ്മളെ ഹ്യൂമൻ ബോഡിയിലെ സെൽസിന് അത്ര നല്ലതല്ലാത്തൊരു വരുന്നൊരു ഗ്ലാൻഡുലർ ഹെയർസ് ഉണ്ട്. പിന്നെ ചിലത് നെക്ടർ സെക്രീറ്റ് ചെയ്യുന്നത്, അതായത് ഫ്ലവേഴ്സിൽ ഇൻസെക്റ്റിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നെക്ടർ സെക്രീറ്റിംഗ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ എൻസൈം സെക്രീറ്റ് ചെയ്യുന്നത്, അതായത് കാർണിവോറസ് പ്ലാന്റ്സിൽ പിന്നെ പല എൻസൈം സെക്രീറ്റ് ചെയ്യാൻ വേണ്ടി, ഡൈജസ്റ്റീവ് എൻസൈം സെക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ ഈ ഗ്ലാൻഡുലർ ഹെയർസ് ആണ്. അപ്പോൾ അവിടെയൊക്കെ വരുന്നത് ഈ ഗ്ലാൻഡുലർ ടിഷ്യൂ സിസ്റ്റത്തിൻ്റെ എക്സ്റ്റേണൽ ആയിട്ട് വരുന്ന സാധനം. അപ്പോൾ എക്സ്റ്റേണൽ ഗ്ലാൻഡുലർ ടിഷ്യൂ സിസ്റ്റം ആയിട്ടുള്ള ഗ്ലാൻഡുലർ ഹെയർസ് ആണ് അവിടെയൊക്കെ വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് അതിലൊരു എക്സ്റ്റേണൽ ഗ്ലാൻഡുലർ ടിഷ്യൂ സിസ്റ്റത്തിൽ പഠിക്കാനുള്ളത്. ഇനി രണ്ടാമത്തെ ഭാഗമായിട്ടുള്ള ഇന്റേണൽ ഗ്ലാൻഡുലർ ടിഷ്യൂ സിസ്റ്റം നോക്കാം. ഗ്ലാൻഡുലർ ടിഷ്യൂ സിസ്റ്റത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമായിട്ടുള്ള ഇന്റേണൽ ഗ്ലാൻഡുലർ ടിഷ്യൂ സിസ്റ്റം, അതായത് പ്ലാന്റ്സിൻ്റെ ഡീപ്പ് ഇന്റീരിയർ ടിഷ്യൂസിലൊക്കെ കണ്ടുവരുന്ന ടിഷ്യൂ സിസ്റ്റം. അതായത് സെക്രീറ്ററി ആവും, ചിലപ്പോൾ വേസ്റ്റ് പ്രോഡക്ട്സ് പിന്നെ എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് റിമൂവ് ചെയ്യുന്ന ഗ്ലാൻഡുലർ ടിഷ്യൂ സിസ്റ്റം ആയിരിക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു മനസ്സിലാക്കുക, അത്ര ഒരു എൻട്രൻസ് എന്നുള്ളത് അധികം ചിലപ്പോൾ വരില്ല, പക്ഷേ ബേസിക് ലെവലിൽ ചില ക്വസ്റ്റ്യങ്ങൾ വന്നേക്കാം. അതുകൊണ്ട് ഒന്ന് മെൻഷൻ ചെയ്യുന്നതാണ്. ഈ ഓയിൽ ഗ്ലാൻസ്, സിട്രസിലേക്ക് കാണുന്ന ഓയിൽ ഗ്ലാൻസ്, അതുപോലെ തന്നെ മ്യൂസിയൽ സിക്രീറ്റിംഗ് ഗ്ലാൻസിലെ പ്ലാന്റ്സിൽ കാണുന്ന, പിന്നെ വേസ്റ്റ് പ്രോഡക്ട്സ് ആയിട്ട് ഗംസ്, റെസിനൊക്കെ റിമൂവ് ചെയ്യുന്ന ഗ്ലാൻസും, അതുപോലെ തന്നെ വാട്ടർ സിക്രീറ്റിംഗ് ആയിട്ടുള്ള ഗ്ലാൻസ് ഹൈഡത്തോട് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. പ്ലാന്റ്സിൽ രാവിലെ ഒരു വാട്ടർ യൂസ് ചെയ്ത് പോകുന്ന പരിപാടിയുണ്ട്. അപ്പോൾ അതിന് സഹായിക്കുന്നതാണ് ഹൈഡത്തോട്. അപ്പോൾ അങ്ങനെ വാട്ടർ സിക്രീറ്റിംഗ് ഗ്ലാൻസ് ഇതൊക്കെ വരുന്ന ഡീപ്പ് പ്ലാന്റ്സിൻ്റെ ഇന്റീരിയർ ടിഷ്യൂസിൽ വരുന്ന ഒരു ഗ്ലാൻഡുലർ ടിഷ്യൂ സിസ്റ്റമാണ്. അതുകൊണ്ടാണ് ഇന്റേണൽ ഗ്ലാൻഡുലർ ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് സെക്രീറ്ററി ടിഷ്യൂ സിസ്റ്റം എന്നുള്ള ഒരു ടോപ്പിക്കിൽ ചെറിയൊരു ടോപ്പിക് പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് ഡൗട്ട്സോ കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ bioentac@gmail.com എന്ന മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ അയക്കുക. അപ്പോൾ പുതിയ വീഡിയോ ആയി കണ്ടുവരുന്നവരെ ബൈ.